അവ്യക്തം മൃദോ മൃതകടം മൃതം മൃതസ്യാഹ എന്ന് വെച്ചെന്താ മനസ്സിലായോ? ഇല്ല അല്ലേ? ഹൈ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നോമിനെ മനസ്സിലായോ? നോമാണു ആക്ഷേപഹാസ്യത്തിന്റെ രാജാവ് പണ്ടൊക്കെ നോമായിരുന്നു. പക്ഷെ ഈ മിമിക്രി എന്ന കലാരൂപം വന്നപ്പോ ചാക്യാർക്ക് ഇപ്പോ ക്ഷേത്രങ്ങളിൽ പോലും വേദികൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹൈ, ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഈ വീഡിയോ സീഡിയില് ഈ പ്രാവശ്യം നോമുണ്ട്. അപ്പൊ എന്ത് കഥ പറയാന്ന് നിരീക്ഷിക്കുമ്പോഴാണ് മനസ്സിലായത്, ഹൈ, നമ്മുടെ നാടിന്റെ അവസ്ഥ തന്നെ അങ്ങോട്ട് പറയാന്ന്. നമ്മുടെ നാടിന്റെ അവസ്ഥ പറയാന്ന് വെച്ചാൽ ഒരു യുഗം തന്നെ വേണ്ടി വരും. പക്ഷേ എങ്കിലും നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങോട്ട് പറയാം. എന്താണ് കേരളം? പരശുരാമനൊരു മഴുവെറിഞ്ഞതിനു പകരമായി കിട്ടി കേരളം. ആ മഹാനിന്നു വെറുതെയോർക്കുന്നു ചെയ്തതെന്തിനീ മാരണം. ഇന്നു മനുഷ്യർക്കൊരൊറ്റ ചിന്തയാ, സ്വന്തമായെല്ലാം നേടണം. കാശുവാരണം, കേമനാകണം. പരശുരാമനൊരു മഴുവെറിഞ്ഞതിനു പകരമായി കിട്ടി കേരളം. ആ മഹാനിന്നു വെറുതെയോർക്കുന്നു ചെയ്തതെന്തിനീ മാരണം. പിഞ്ചുകുഞ്ഞുങ്ങൾ ഹരിതൻ പിടിയിലെറിഞ്ഞമർന്നങ്ങു തീരണം. അച്ഛനമ്മമാർ ബന്ധമൊഴിവാകാൻ കോർട്ടിൽ വന്ന് ക്യൂ നിൽക്കണ്. നന്മ ചെയ്യേണ്ട ഭരണകർത്താക്കൾ തിന്മതൻ വഴിയെ പോകണ്. ഓ നാട്ടിലുള്ള നേതാക്കളെ, നാടു കാക്കേണ്ട കൂട്ടരെ, തമ്മിൽ തല്ലൊന്നു മാറ്റണേ, നാട്ടിൽ നന്മകൾ ചെയ്യണേ. തമ്മിൽ തല്ലൊന്നു മാറ്റണേ, നാട്ടിൽ നന്മകൾ ചെയ്യണേ. പരശുരാമനൊരു മഴുവെറിഞ്ഞതിനു പകരമായി കിട്ടി കേരളം. ആ മഹാനിന്നു വെറുതെയോർക്കുന്നു ചെയ്തതെന്തിനീ മാരണം. 5 വയസ്സുള്ള കുഞ്ഞു പോലും വൻ പീഡനത്തിനിരയാകണ്. കർഷകർ ബാങ്ക് ലോൺ എടുത്തിട്ടു കയറിൽ ജീവിതം തീർക്കണ്. ജാതി മതമെന്ന പേര് ചൊല്ലി ചിലർ നാടുകത്തിക്കരിക്കണ്. ഓ ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാമുകൾ ഒരു മനസ്സോടെ വാഴണേ. മനുഷ്യർക്കൊറ്റ മതമെന്നൊരാ ഗുരുവിൻ വാക്കു നാം ഓർക്കണേ. മനുഷ്യർക്കൊറ്റ മതമെന്നൊരാ ഗുരുവിൻ വാക്കു നാം ഓർക്കണേ. പരശുരാമനൊരു മഴുവെറിഞ്ഞതിനു പകരമായി കിട്ടി കേരളം. ആ മഹാനിന്നു വെറുതെയോർക്കുന്നു ചെയ്തതെന്തിനീ മാരണം. ഇന്നു മനുഷ്യർക്കൊരൊറ്റ ചിന്തയാ, സ്വന്തമായെല്ലാം നേടണം. കാശുവാരണം, കേമനാകണം. പരശുരാമനൊരു മഴുവെറിഞ്ഞതിനു പകരമായി കിട്ടി കേരളം. കേരളം, കേരളം. ആ മഹാനിന്നു വെറുതെയോർക്കുന്നു ചെയ്തതെന്തിനീ മാരണം. മാരണം, മാരണം. കേരളം, കേരളം, കേരളം. ഹൈ, ഈ കേരളത്തെ കുറിച്ച് പറയുമ്പോ ചാക്യാർക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലേ? എന്താ പറയാനുള്ളത് വെച്ചാല്,
ഇങ്ങനെ പണ്ടൊക്കെ ചുട്ട കോഴീനെ വരെ പറപ്പിച്ച മന്ത്രവാദികളും നല്ല വിദ്വാന്മാരൊക്കെ ഉണ്ടായിരുന്ന നാടാ നമ്മുടെ ഇല്ലേ. എന്നാ കാലൊക്കെ അങ്ങോട്ട് പുരോഗമിച്ചു. ഇപ്പൊ വന്നിരിക്കുക എന്താ അത് കമ്പ്യൂട്ടറാദികൾ എന്നൊരു സംഭവം വന്നോടുകൂടി മനുഷ്യനിപ്പോ കൃത്രിമമായിട്ട് യന്ത്രമനുഷ്യന്മാരെ വരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ അടുക്കളകളിലൊക്കെ വരാൻ പോകുന്നത് സ്ത്രീകളെ സഹായിക്കാനായിട്ട് പാത്രം കഴുകാനും മരിവയ്ക്കാനും ഒക്കെ യന്ത്രമനുഷ്യന്മാരാ. എന്നായി നമ്മുടെ ഈ കൊച്ചു കേരളത്തില് അങ്ങനെ ഒരു വിദ്വാൻ അത് പണിത് തുടങ്ങിയിരിക്കുന്നു. ആരാത്? ടൺ 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 ടൺ. அழியாத உடலோடு படியாத உயிரோடு ஆறாம் அறிவை ஆரை தூற்றி ஏழாம் அறிவை எழுப்பும் முயற்சி புதிய மனித உருவா எந்திர 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 അങ്ങനെ എന്റെ 10 വർഷത്തെ പ്രയത്നം സഫലമായി. ഇനി ഈ റോബർട്ടിനെ ഒന്ന് പുറത്തിറക്കിയിട്ട് വേണം എനിക്കൊന്ന് വലസാൻ. റോബർട്ട് എനിക്ക് എനിക്ക് ഗുഡ് ബോയ്, നടക്ക്, എന്നെ പോലെ നടക്ക്. കമോൺ, വാ, നടന്നു വാ, എന്നെ പോലെ നടന്നു വാ. കമോൺ, വാ, വരൂ. കമോൺ, കമോൺ, വരൂ, എന്നെ പോലെ നടന്നു വരൂ. കമോൺ. റോബോ, നിന്നിലൂടെ ഞാൻ ലോകത്തറിയപ്പെടും. ഗിന്നസ് ബുക്കിൽ എന്റെ പേര് ഇടം നേടും. നിന്നെ സമ്മതിക്കണൂടാ. താങ്ക്യൂടാ, താങ്ക്യൂടാ, നിന്റെ ഒരു കഴിവേ. റോബോ, ഇനി നിന്നെ കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യിക്കാൻ പോവുകയാണ്. നടക്ക്, നടക്ക്, ഇങ്ങോട്ടല്ല, ലെഫ്റ്റ്, ലെഫ്റ്റ്, അങ്ങനെ. ഇനി റൈറ്റ്, ഓട്, 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 അങ്ങനെ. ചാട്, ചാട്, അങ്ങനെ ചാട്. സൂപ്പർ. സ്പീഡ്, സ്പീഡ്. തിരി, തിരി. ഓക്കെ, ഫ്രണ്ടിലേക്ക് നടക്ക്, നടക്ക്. ഫ്രണ്ടിലേക്ക് പോട്ടെ, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. റോബർട്ട് ലെഫ്റ്റ്, റോബർട്ട് ലെഫ്റ്റ്. ഇത് എങ്ങോട്ടാ ഇവനീ നോക്കിയിരിക്കണത്? എടാ റൈറ്റിലേക്കല്ല, ലെഫ്റ്റ്. ഇവന് ഇന്ന് ഞാൻ എന്റെ റോബർട്ടെ ലെഫ്റ്റ്. എടാ റോബർട്ടെ ലെഫ്റ്റ്, ലെഫ്റ്റ്. ഇവനിത് എവിടെയാ നോക്കിയിരിക്കണത്? അത് ശരി. ഇല്ല, ജാനമ്മ കുളിക്കണ കുളിച്ച് നോക്കിക്കണോ? എടി ജാനു, നീ ഇവിടെ വന്ന് കുളിച്ച് കുളിച്ച് എന്നെ ഈ കൊല്ലത്തിലാക്കി. ഇനി ഈ റോബർട്ടിനെ കൂടി ചീത്തയാക്കണോ? നിന്നെ എങ്ങനെ വേദന എടുക്കാനാ? ഇത് തകരപ്പാട്ടെ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ? ഇങ്ങോട്ട് വാടാ, എന്റെ അമ്മ, ഇങ്ങോട്ട് വാട, ഇങ്ങോട്ട്. മിസ്റ്റർ റോബോട്ട്, ഇതൊക്കെ പഠിച്ച് പെട്ടെന്ന് ഫീഡ് ചെയ്ത് വെക്കേ. നിനക്ക് കുറച്ച് ജനറൽ നോളജ് ഉണ്ടാവട്ടെ. അത് ശരി, എല്ലാം പഠിച്ചു കഴിഞ്ഞാ? എന്നാ എന്റെ പേരൊന്ന് പറഞ്ഞേ. ചാണാക്കുഴി ബാബു. അതിന്റെ കൾച്ചറില്ലാത്ത തന്തയും തള്ളിയിട്ടിരിക്കുന്ന പേര്. എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് നിക്കോളാസ്. ഒന്ന് പറഞ്ഞേ. നിക്കോളാസ്. ഒന്നുകൂടി പറഞ്ഞേ. നിക്കോളാസ്. എന്റെ അമ്മോ,
സാറേ ആഹാ നീയോ എന്താ ഒരു പുച്ഛം? പുച്ഛം എന്താന്നോ? എടാ നീ എന്റെ അസിസ്റ്റന്റ് അല്ലേ? അതെ. ഈ റോബോട്ടിന് മെമ്മറി കാർഡ് മേടിച്ചോണ്ട് ഇപ്പൊ വരാൻ സാറേ എന്ന് പറഞ്ഞ് പോയവൻ കേറി വരുന്ന ഇന്ന് 3 ദിവസം കഴിഞ്ഞ്. എന്റെ പൊന്ന് സാറേ, ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം എല്ലാ മുറുക്കാൻകടയിലും കിട്ടുവോ? കിട്ടുവോ? ഇല്ല. ഇല്ല. അതിന് അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, ഈ റോബോട്ടിന്റെ നടത്തവും പടത്തവും ഒക്കെ എവിടെ വരെ ആയി? എല്ലാം കഴിഞ്ഞു. ആ. എവരിബഡി ഇനി ഇവനെ ഒന്ന് വെളിക്കിറക്കിയിട്ട് വേണം, അല്ല ഒന്ന് പുറത്തിറക്കിയിട്ട് വേണം ഈ സമൂഹത്തിന് മുമ്പിൽ ഒന്ന് ഞെളിയാൻ. അങ്ങനെ സമൂഹത്തിന് മുമ്പിൽ ഞെളിയാന്ന് സാറ് വിചാരിക്കണ്ട. അതെന്താ സാറേ, എന്റെ സ്വന്തം അനിയൻ ജോലി സമയത്ത് കറണ്ട് പോയപ്പോ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ഭ്രാന്താന്ന് വിളിച്ച സമൂഹം ഇത്. ആണോ? പിന്നല്ലാതെ. ആട്ടെ, നിന്റെ അനിയൻ എവിടെയായിരുന്നു ജോലി? പെട്രോൾ പമ്പില്. പെട്രോൾ പമ്പിൽ. ആ, അവനെ പ്രാന്താന്ന് വിളിക്കല്ലേ വേണ്ടത്? പിന്നെ? ആ മന്ദബുദ്ധിനെ തല്ലി കൊല്ലണം. ഒരു ചേട്ടനും അനിയനും. സാറങ്ങനെ കളിയാക്കൊന്നും വേണ്ട. സാറ് കുറച്ച് പൈസ നോക്ക്, ഇതിലും നല്ലൊരു കിടിലൻ റോബോട്ടിനെ ഞാൻ ഉണ്ടാക്കി തരാം. എടാ കുഞ്ഞാപ്പി, ആദ്യം ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പണമല്ല ആവശ്യം, പിന്നെ ബുദ്ധിയും വിവരവും വിവേകവുമാണ്. സാറിൻ്റെ ഉള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. എടാ, ഞാൻ ഉണ്ടാക്കിയ ഈ റോബോട്ടിന് നിന്നേക്കാളും വിവരമുണ്ട്, അറിയോ? ഉണ്ടാ? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചോദ്യം വേണ്ടി ചോദിച്ചാൽ അവൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും. എന്നാ ഇങ്ങോട്ട് റോബോട്ടെ റോബോട്ടെ, Yes. ഈ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? 6,35,45616 നക്ഷത്രങ്ങളുണ്ട്. 6,35,416 നക്ഷത്രങ്ങളോ? ഇതൊക്കെ ഉള്ളതാണോ? സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കണത്തേണ്ടി. സാറേ, ഈ റോബോട്ടാള് കൊള്ളാല. കൊള്ളാം. അടുത്ത ചോദ്യത്തിൽ ഞാൻ മുട്ടുകുത്തിക്കും. മിസ്റ്റർ റോബോ, എന്തോ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എനിക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. കൈയടിക്കണ്ട, റോബോട്ടിന് തെറ്റി. തെറ്റിയോ? തെറ്റി. തെറ്റാൻ വഴിയില്ലല്ലോ. ഓ, പിന്നെ? റോബോട്ട് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ആ. എനിക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. വീണ്ടും തെറ്റിയിരിക്കുന്നു. തെറ്റിയോ? എനിക്ക് ആകപ്പാടെ ഒരു കുട്ടിയേ ഉള്ളൂ. റോബോട്ട്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 അത് വർഷമായി. കറക്റ്റ്. നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്. അതും കറക്റ്റ്. പക്ഷെ നിങ്ങളുടെ ഭാര്യ 3 പ്രസവിച്ചു. ഇവനാള് കൊള്ളാലോ സാർ. കൊള്ളാം. അല്ല സാറേ, കഴിഞ്ഞ വർഷം സാർ റോബോട്ടിന് ഉണ്ടാക്കി. ഉണ്ടാക്കി. അതെന്തിയേ? അതോ, ആ. അവനെ പരീക്ഷിക്കുന്നതിന്റെ തലേ ദിവസം ഞാനൊരു ചുറ്റി കൊണ്ട് അവന്റെ തലക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുത്ത് അവനെ കൊന്നു കളഞ്ഞു. ഷോ, അത് വല്ലാത്ത കഷ്ടമായി പോയിട്ടോ സാറേ. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? എടാ, എന്റെ പെണ്ണുപിള്ളനെ കയറി പിടിക്കാൻ നോക്കിയ റോബോട്ട് അല്ല, അവന്റെ അച്ഛനെ വരെ ഞാൻ ശരിയാക്കി. അത് മനസ്സിലായോ? അയ്യോ, എന്റെ തല. അയ്യോ, ഓർമ്മയുണ്ടല്ലോ. തല. മര്യാദക്കല്ലെങ്കിൽ നിന്റെ മെമ്മറി കാർഡ് ഞാൻ ഊരിയെടുക്കും. സാറേ, നമ്മുടെ ഈ റോബോട്ടിന് എന്ത് പേരിടാൻ ഉദ്ദേശിച്ചേക്കണേ? അതല്ലേ രസം. ആ. നമ്മുടെ ഈ റോബോട്ടിന് പേരിടാനായിട്ടും അതിന്റെ മാമോദിസ മുക്കാനായിട്ടും നമ്മുടെ വികാരിയച്ഛനും എത്തും. ആണോ? ഇത് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ നിക്കോളാസിന്റെ പണിപ്പുര. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. അതവിടെ തന്നെ ഇരിക്കട്ടെ. മിശിഹായ്ക്കുള്ള സ്തുതി നീ നേരിട്ട് കൊടുക്കുക. എന്റെ കയ്യിൽ തന്നുവിടാൻ ഞാൻ എന്താ കൊറിയർ സർവീസോ? കർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി ഒരു വാവയെ പോലും ഉണ്ടാക്കാൻ അറിയാത്ത നീ ഒരു പാവയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്റെ അച്ചോ, ഇത് പാവയല്ല, പിന്നെ? ഇതാണ് റോബോട്ട്. അച്ചോ, അച്ഛന്റെ തിരുനാവ് കൊണ്ട് തന്നെ ഇതിനൊരു പേരിടണം. പേര് വേണമല്ലേ? നമുക്ക് പിന്നെ മിക്കി എന്ന് വിളിക്കാം. ആ കിക്കി. എന്റെ അച്ചോ, എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേരാണ് വേണ്ടത്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേര്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേര്. അതെ. എങ്കിൽ നമുക്ക് ഇവനെ ഡോണക്സ് എന്ന് പേരിടാം. ഡോണക്സോ? കണ്ടിട്ടില്ലേ? ഇല്ല. നമ്മുടെ ടിവിയിൽ ക്ലോസറ്റിന്റെ പരസ്യം കാണിക്കുമ്പോൾ കാണിക്കുന്ന പച്ച കളറുള്ള ഒരു ജീവി. അച്ചോ, ആ. അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ? നല്ല വില പിടിപ്പുള്ള ഒരു പേര് വേണം. വിലയുള്ള പേര് വേണമെങ്കിൽ നമുക്ക് ഇവനെ മണൽ എന്ന് പേരിട്ടാലോ? ഒന്ന് പോച്ചു. അച്ഛൻ നല്ലൊരു അടിപൊളി പേരം കിട്ടേ. നല്ലൊരു പേര്. നമുക്ക് ഇവനെ റോബർട്ട് എന്ന് വിളിക്കാം. അവന്റെ പേര് ഇപ്പൊ തന്നെ റോബോട്ട് എന്നല്ലേ? അത് റോബോട്ട്. ഇവന്റെ പേരാണ് പറഞ്ഞത്, റോബർട്ട്. റോബർട്ട്. കണ്ണങ്കാട്ടിലെ തെയ്യാമ്മയുടെ മൂത്ത മകന്റെ പേരും അത് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് പേരാണ് കുഞ്ഞാടെ? ചിട്ടി. ഹായ്. ചിട്ടിയോ? ആ, അതെന്ത് പേരാണത്? ഞാൻ അവനെ കൂടുതൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അണ്ണാച്ചിമാര് വീട്ടിൽ കയറി വരുമ്പോ ആ. ഇന്നില്ല അണ്ണാച്ചി നാളെ വാ, ഇന്നില്ല അണ്ണാച്ചി നാളെ വാ എന്ന് പറയിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവനെ എത്രയും പെട്ടെന്ന് മാമോദിസ മുക്കണം. മാമോദിസ മുക്കാനോ? എങ്ങനെ? വെള്ളത്തിൽ. ഒന്ന് പോച്ചവിടുന്ന്. എന്തേ? വെള്ളത്തിൽ കൊണ്ട് മുക്കിയിട്ട് വേണം ഇവന്റെ മെമ്മറി കാർഡും ബാറ്ററിയൊക്കെ വെള്ളം കയറി അടിച്ചു പോവാൻ. എങ്കിലൊരു കാര്യം ചെയ്യാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇവന് ഓപ്പി തുടച്ച് വൃത്തിയാക്കാം.
ഹാവൂ, അങ്ങനെ അവന്റെ മാമോദിസ യാതൊരു തടസ്സവുമില്ലാതെ കഴിഞ്ഞു. ഇനി മുതൽ ഈ ചിട്ടി കുഞ്ഞാട് വെറും കുഞ്ഞാടല്ല, പിന്നെ? അവൻ ഈ ഇടവകയിലെ കുഞ്ഞാടാണ്. ഈ ഇടവകയിലെ കുഞ്ഞാടൊക്കെ ആയിരിക്കും, പക്ഷെ ഇവന് പുല്ലും വൈക്കോലും കൊടുത്താ പോരാ. പിന്നെ? 10,000 വാട്ട്സ് കരണ്ട. ഓ അങ്ങനെയോ? അതെ കുഞ്ഞാടെ, ഇവൻ ഈ മനുഷ്യർക്ക് ഉപകാരമുള്ള വല്ല കാര്യങ്ങളും ചെയ്യുമോ? ചെയ്യോന്നോ? ഹേയ്. എന്റെ പൊന്നച്ചോ, ഇവൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യും. ആണോ? പിന്നെ ഒരു കാര്യം, ബീഡി, ഹാൻസ്, തമ്പാക്ക് ഇതൊന്നും ഇവന് കൊടുക്കരുത്. കാരണം ഞാൻ ഇവനെ അങ്ങനെയല്ല വളർത്തിയത്. എന്താ കുഞ്ഞാടെ? എടാ ഷോക്ക് അടിക്കണം. ശരിയാക്കാം. ആ, ഒരു കാര്യം ചെയ്യാം, ഇവനുള്ള ആദ്യത്തെ പണി ഞാൻ തന്നെ കൊടുക്കാം. ഓക്കേ. എടാ ചിട്ടി കുഞ്ഞാടെ, നമ്മുടെ മേടയിലെ പച്ചക്കറികളെല്ലാം തീർന്നിരിക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരിക. 500 തക്കാളി, 500 വെണ്ടയ്ക്ക, 400 ക്യാരറ്റ്, 500 ബീട്രൂട്ട്, 250 കടുക്, 500 പരിപ്പ എന്നിവയെല്ലാം എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക. ഇന്ന് ആ പൈസയും ചീട്ടം. നല്ല അനുസരണയുണ്ടല്ലോ, ടാറ്റ തരുന്നത് അയ്യോ, കണ്ടില്ലേ? ടാറ്റ തന്നല്ല, പിന്നെ? ആ ലിസ്റ്റ് മൊത്തം അവൻ ഫീഡ് ചെയ്താ. ഓഹോഹോഹോ. എന്നാൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയി പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരിക. ബാക്കി പൈസ ഉണ്ടെങ്കിൽ നീ 2 ബാറ്ററി മേടിച്ച് തിന്നോ. അവനുമില്ലേ വിശപ്പും ദാഹവും ഒക്കെ. Boom, Robo-da, Robo-da, Robo-da. Zoom, zoom, Robo-da, Robo-da, Robo-da. Boom, boom, Robo-da, Robo-da, Robo-da. Zoom, zoom, Robo-da, Robo-da, Robo-da. പ്രിയമുള്ള ഇടവക വിശ്വാസികളെ, നമ്മുടെ ഇടവകയിൽ അണ്ടി പെറുക്കി നടന്നവൻ കണ്ണി കണ്ട പാട്ടയും കമ്പിയും എല്ലാം പെറുക്കിയെടുത്ത് വെൽഡ് ചെയ്ത് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ റോബോട്ടിനെ അങ്ങ് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ US-ലേക്ക് അതുമല്ലെങ്കിൽ ഫ്ലോറിഡയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഒരു മറുനാടൻ മലയാളി വന്നിരിക്കുന്നു. ഈ മലയാളിയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഇടവക വിശ്വാസിയും ആഴ്ചയിൽ 10 നേരം വന്ന് കുമ്പസാരിക്കുകയും ചെയ്യുന്ന കണ്ണങ്ങാട്ട് ഔസേപ്പിന്റെ ഒരേ ഒരു മകനാണ് ഈ കുരങ്ങിന്റെ ഷേപ്പിലിരിക്കുന്ന കാട്ടുമാക്കാൻ. അങ്ങനെയുള്ള ഈ കാട്ടുമാക്കന്റെ ഷേപ്പുള്ള നമ്മുടെ ഈ നാട്ടുകാരനെ എത്ര അനുമോദിച്ചാലും മതിയാവുകയില്ല. അച്ചോ, സമയം പോണ്. സമയത്തിന് ധൃതി ഉണ്ടെങ്കിൽ സമയം പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അയ്യോ അതല്ല, എന്താ? മൈക്ക് തിന്നത് മതി. എങ്കിലൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ മറുനാടൻ കുഞ്ഞാട് അല്ലെങ്കിൽ അമേരിക്കൻ കുഞ്ഞാട് അതുമല്ലെങ്കിൽ US കുഞ്ഞാട് നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. കുഞ്ഞാടെ ആട്. തുടങ്ങട്ടെ. Ladies and gentlemen, this robo very very intelligent. Baba Birchu very very full. Yes sir 3-1 full. അതെ, മനസ്സിലായില്ലേ? അങ്ങേർക്ക് 3 ഫുള്ള് വേണം ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ. 3 ഫുള്ളോ? Stupid fellows. ടച്ചപ്പം കൂടെയാണ് ചോദിക്കണത്. സുഹൃത്തുക്കളെ, ഈ റോബോട്ടിനെ കുറിച്ച് പറയുമ്പോൾ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഈശോയെ. സുഹൃത്തുക്കളെ, അമേരിക്കയിലെ നാസയിലെ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിട്ട റോക്കറ്റ് എന്റെ കാര്യമായി തന്നെ വന്ന് വീണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയ്ക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും തന്നെ ഈ ബസ്സിലെ യാത്രക്കാരെന്നോട് സഹകരിക്കണേ. ഇരിക്കാനിത് ബസ്സല്ല, റോബോട്ടിന്റെ ചടങ്ങാണ്. സോറി നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇമോഷണൽ ആയി പോയി ഞാൻ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ റോബോയോടാണ്. എന്ത് ചോദിച്ചാലും മറുപടി തരുന്ന ഈ റോബോയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റോബോ, ഇവിടെ വരൂ, കമോൺ. യെസ് റോബോ, ദൈവം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ആരാണ്? എന്നെ ഉണ്ടാക്കിയതും ഇതുവരെ ചാർജ് ചെയ്ത് തന്നതും നടുവിന്റെ നെട്ട് പോയപ്പോൾ മുറുക്കി തന്നതും ഈ ഇരിക്കുന്ന നിക്കോളാസ് ആണ്. അമ്പടാ. അതുകൊണ്ട് ഇദ്ദേഹമാണ് എന്റെ ദൈവം. സമാധാനിക്കൂ നിക്കോളാസ്. കൂൾ ഡൗൺ. പ്രിയമുള്ള വിശ്വാസികളെ, ഈ അവസരത്തില് അല്ലെങ്കിൽ ഈ വേളയില് അതുമല്ലെങ്കിൽ ഈ സാഹചര്യത്തില് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ നിക്കോളാസിനെ ക്ഷണിക്കുന്നു.
നിക്കോളാസ്. നിക്കോളാസ്, നിക്ക്. റോബർട്ടിനെ കൊണ്ട് കരയിക്കരുത്. എന്താണിത്? Come on, come on. പ്രിയമുള്ളവരെ, നീണ്ട 10 വർഷക്കാലം ഈ ചിട്ടിയെ നിർമ്മിക്കാനായി ഊണില്ല, ഉറക്കമില്ല, മുടിവെട്ടിയിട്ടില്ല, താടി പഠിച്ചിട്ടില്ല, ഒന്ന് മറന്നുപോയി. ഓ പല്ല് പോലും തേക്കാതെയാണ് ഞാൻ ഈ ചിട്ടിക്ക് വേണ്ടി 10 വർഷം പാടുപെട്ടത്. ഈ സമയത്ത് പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കൃഷിയും ചെയ്ത് ജീവിച്ചുകൂടെ? ശരിയാണ്, അന്ന് ഞാൻ വാഴ കൃഷി ചെയ്തിരുന്നെങ്കിൽ ആ വാഴ വലുതായി, അതിൽ കുലയുണ്ടായി, അത് പഴുത്ത് പഴമായി, ആ പഴമെടുത്ത് കുറച്ച് പയമ്പരി ഉണ്ടാക്കായിരുന്നു, കുറച്ച് കാവർത്തി ഉണ്ടാക്കായിരുന്നു, അങ്ങനെ അത് വിറ്റ് എനിക്ക് വലിയ പണക്കാരനാകായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. അന്നും എന്റെ ഉള്ളിൽ എന്താണ്, ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അതിനു വേണ്ടിയാണ് ഞാൻ എന്റെ 10 വർഷം കൊണ്ട് ഞാൻ ഈ റോബോട്ടിനെ നിർമ്മിച്ചത്. നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വേളയില് അല്ലെങ്കിൽ ഈ സാഹചര്യത്തില് നമ്മുടെ ഈ റോബോട്ടിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിനായി, അതിനെ വിജയകരമായി അവതരിപ്പിക്കുന്നതിനായി നിക്കോളാസിനെ ക്ഷണിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ മറുനാടൻ മലയാളിയായ ഈ നാസാക്കാരൻ നമ്മുടെ ഈ റോബോട്ടിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിക്കോളാസിനെ ഈ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നിക്കോളാസ് ആഗതനായാൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, 10 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചിട്ടി എന്ന ഈ റോബോട്ട് എന്റെ ആവശ്യപ്രകാരം ഇവിടെ ഇതാ ഒരു ഓംലെറ്റ് അടിച്ച് അതിന്റെ പ്രവർത്തനം കാണിക്കുകയാണ്. ഓക്കെ ഓക്കെ റോബോട്ട്, ഹറി ഹറി, പെട്ടെന്ന് പെട്ടെന്ന്, come on, come on. ഇതാ ഇവിടെ ഒരു സ്റ്റൗ വന്നിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു ചട്ടിയുണ്ട്, ചട്ടിക്ക് മുകളിൽ 2 മുട്ടയുണ്ട്. അതിലൊരു മുട്ട റോബോട്ട് എടുത്തിട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. ഒരു കൈയടിക്കൂ, കൈയടിക്കൂ, ആ കൈയടിക്കൂ, പൊട്ടിക്കൂ, മുട്ട പൊട്ടിക്കൂ, മുട്ട പൊട്ടിക്കൂ. സോറി സോറി, റോബോട്ട് മുട്ട പൊട്ടിക്കൂ, മുട്ട പൊട്ടിക്കൂ. അയ്യോ, എന്താണോ ഇത്? അയ്യോ എന്റെ പൊന്നു സാറേ, ബാറ്ററി ചാർജ് തീർന്ന്. ബാറ്ററി ചാർജ് തീർന്നു പോയെന്നോ? എടോ, നിന്നോട് നല്ല രാത്രി ചാർജ് ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലേ? പിന്നെ ഇന്നലെ രാത്രി ചാർജ് ചെയ്ത് വെച്ചോണ്ടല്ലേ പശുവിന്റെ പ്രസവം എടുക്കാൻ പോയത്. ഷോ, ഇനിയിപ്പോ ഈ അമേരിക്കക്കാരനോട് എന്ത് പറയും? എന്താടോ അല്ല ഇത്? സോറി സാർ, അത് എടോ, നിങ്ങളുടെ പരീക്ഷണം ഫെയിൽ ആയിരിക്കുന്നു. ഈ റോബോട്ടിന് അമേരിക്കയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതോ ആ കറണ്ട് കുറിച്ച് ചാർജ് ചെയ്യേ. പെട്ടെന്നാവട്ടെ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ചാർജ് ആവും. ഓക്കെ സാറേ, ആ കറണ്ട് ഇല്ല സാറേ. കറണ്ട് ഇല്ലേ? ഇല്ലാന്ന്. ഇതാ പറയണത്, ശാസ്ത്രം വളരണേന്റെ കൂടെ KCB വളരണോന്ന്. ഇല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ കാര്യം അതോ ഗതി. അത്തം 10 പൊന്നോണമല്ലേ, കൂടവയറന്നോണത്തപ്പന് സദ്യയൊരുക്കണ്ടേ. അത്തം 10 പൊന്നോണമല്ലേ, കൂടവയറന്നോണത്തപ്പന് സദ്യയൊരുക്കണ്ടേ. കോയമ്പത്തൂർ ഉടുപ്പുകൾ മേടിച്ചിടണ്ടേ, ഊട്ടിയിലെ പൂ വാങ്ങി മുറ്റത്തിടണ്ടേ, തെലുങ്കന്റെ അരി വാങ്ങി ചോറും വെക്കണ്ടേ. അത്തം 10 പൊന്നോണമല്ലേ, കൂടവയറന്നോണത്തപ്പന് സദ്യയൊരുക്കണ്ടേ. പണ്ടൊക്കെയോണം വന്നാൽ നാടെങ്ങും ആഘോഷമാ, ഇന്നത്തെയോണം ബീവറേജിൽ മാത്രമാ. അരി വാങ്ങാൻ കാശില്ലേലും പിരിവിട്ടു മദ്യം വാങ്ങാൻ മലയാളി എന്നും ആരുടെയും മുൻപിലാ. കടക്കാർക്കോ ആഘോഷം, വില കൂട്ടി തുണികൾ വിൽക്കാൻ. പണക്കാർക്കോ ആവേശം, പുതുകോടി വാങ്ങി കൂട്ടാൻ.
തപ്പന് ശ്രദ്ധയൊരുക്കണ്ടേ. തിരുവോണമാകുമ്പോഴേ സ്റ്റീലിൻ്റെ പാത്രവുമായി മാവേലിമാരോ റോട്ടിലെത്തും തെണ്ടുവാ. കാലത്തു കാണും നേരം ഇവരൊക്കെ മാന്യന്മാരാ. മാനം കറുത്താലിവരെ കണ്ടാലോടണം. തുമ്പപ്പൂവയലുകളെല്ലാം പടുകൂറ്റൻ ഫ്ലാറ്റുകളായി. തിരുവോണപ്പൂക്കളമിന്നോ സ്കൂളിൻ്റെ മത്സരമായി. ഇന്നുള്ള ഓണം ചുമ്മാ പേരിൽ മാത്രമാ. അത്തമ്പത്തിന് പൊന്നോണമല്ലേ, സമയമില്ല നേരത്തെങ്ങനെ ആഘോഷിച്ചിടും. പൂക്കളത്തിൻ ഫ്ലക്സ് വാങ്ങി മുറ്റത്തിടലോ, സദ്യ മുഴുക്കെ ഹോട്ടലിലെങ്ങേൽപ്പിച്ചിടലോ. പ്ലാസ്റ്റിക്കിന്റെ ഇലയിലോ ചോറ് വിളമ്പാലോ. അത്തമ്പത്തിന് പൊന്നോണമല്ലേ, കൂടവയറന്നോണത്തപ്പന് ശ്രദ്ധയൊരുക്കണ്ടേ. പണ്ടൊക്കെ പോലീസ് എന്ന് കേൾക്കുമ്പോ ജനങ്ങൾക്ക് പേടിയായിരുന്നു ഇല്ലേ? എന്നാൽ ഇവിടെ ഇപ്പോഴത്തെ ചില പോലീസുകാരുടെ കാര്യം ബഹുവിശേഷ. എന്നാലോ ഈ പോലീസുകാരെ പറ്റിക്കുന്ന ചില വിദ്വന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഹൈ പെറ്റിയടിക്കായിട്ട് ഒരുത്തരെ പോലെ കിട്ടണല്ലോ. വല്ല ഹർത്താലോ മറ്റാണോ? ഇവിടെ പോയി കളഞ്ഞോ? പിന്നെ കളഞ്ഞോ? ഇത് എത്രാമത്തെ വടിയാണ്? ഒന്ന് നോക്കണോ? സാറിന് കറക്കൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. എത്ര പ്രാവശ്യം ഏത് എവിടെ പോയി കിടക്കണത്? തപ്പി തപ്പടോ ശരിക്കും അവിടെ എടുത്തു. എന്ത് കഷ്ടോ സാറ്. ഏത് നേരം ഈ വടി കറക്കി കളയല. എവിടെ അങ്ങോട്ട് കേറി കിട്ടി സാറേ. ആ കൊണ്ടുവാ. ഇനി കളയരുത് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതെന്താടോ ഇത്? ഇവിടെ സിക്ക് കൂടെ എവിടെയാന്നുള്ളത് സാറേ. എന്താടോ നമ്മൾ ഈ മണലോറി തടയും എന്ന് പറഞ്ഞിട്ട് ഒന്നും തടഞ്ഞില്ലോ സാർ. ആരാടോ പറഞ്ഞു തടഞ്ഞില്ലെന്ന്? അങ്ങനെ തടഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കാശാണ് ഈ കാണുന്നത്. കാശിന് ഈ മാസം ഒരുപാട് അത്യാവശ്യമുണ്ട്. എന്താണെന്നറിയില്ല, ഭാര്യയുടെ വയർ അടിക്കടി വീർത്തു വരും. ഗ്യാസിന്റെ ആയിരിക്കും. ഗ്യാസിന്റെ ആണോ അപ്പുറത്തെ വീട്ടിലെ ജോസിന്റെ ആണോ എന്ന് എനിക്കറിയാൻ മേലേ. അതെ, ഞാൻ സാറിന്റെ അടുത്ത് കാര്യം ചോദിക്കായിരിക്കും. എന്താടോ? സാറിന്റെ ഭാര്യ എന്റെ ഭാര്യയും കൂടി അവർ ജോലി ചെയ്യണടുത്ത് ഒരുമിച്ചാണ് ശമ്പളം മേടിക്കാൻ പോകുന്നത്. അതിനിപ്പോ എന്താണ്? എന്നിട്ട് ഈ മാസം സാറിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ. എടോ, അന്തസ്സും അഭിമാനമുള്ളവര് ഈ മാസം ശമ്പളം മേടിക്കാണ്ട് സ്വന്തം ഭാര്യയെ വിടില്ല. അതെന്താ? അപ്പൊ താൻ പേപ്പറൊന്നും വായിക്കാറില്ലേ? എടോ, ഈ മാസം ശമ്പളത്തോടൊപ്പം പിടുത്തോണ്ടെന്ന്. നമുക്ക് അന്തസ്സില്ലേ, വിടാൻ പറ്റുമോ? ഒരുത്തം മണ്ണുണ്ട്, നല്ല സ്മോളാണ്. വണ്ടി അവനെയും കൊണ്ടാ വന്നത്. പൊക്കിയാൽ 500 കിട്ടും. നിർത്തറ എന്താ വണ്ടി തള്ളിക്കൊണ്ട് പോകണം? ഓടിക്കറിയാൻ പാടില്ലേ? സാറേ, വെള്ളടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. വെള്ളടിച്ച് വണ്ടി തള്ളിക്കൊണ്ട് പോകാലോ. നീ ഒന്ന് ഊതിക്കേ. എന്റെ മുഖത്തേക്കല്ല. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ശാന്തമ്മയുടെ വീട്ടിലേക്ക് കൊണ്ട് പോയി. ശാന്തമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ വീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്. അതിനപ്പുറത്ത് മുറുക്കാൻ കട. അതിനപ്പുറത്തെ 3ാമത്തെ വീടാണ്. പോടാ ഒറ്റ അട്ടി. എവിടുന്ന് വന്നടാ അവനൊക്കെ? രണ്ട് യുവമിഥുനങ്ങള് ഹെൽമെറ്റ് ഇല്ലാതെ വന്നത് പിടിച്ചാ എന്തെങ്കിലും തടയും. 100 മിനിമം. നിർത്തറ വണ്ടി. ഓഫിയുടെ വണ്ടി. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വീട്ടിലിരിക്കുക. എടാ, ഹെൽമെറ്റ് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതല്ല, തല വെക്കാനുള്ളതാ. എന്റെ സാറേ, എനിക്ക് പെടലി വേദന, അതാ ഹെൽമെറ്റ് വെക്കാത്ത. എന്താ നിന്റെ ജോലി? എനിക്ക് ലോഡിങ് അൺലോഡിങ്ങില് ഒരു ഒറ്റ അട്ടി വെച്ചാൽ നല്ലതല്ലേ? എന്റെ സാറേ, ഹെൽമെറ്റ് വെച്ചാൽ മുടി പോകും തലയില്. ഹെൽമെറ്റ് വെച്ചിട്ട് നിന്റെ തല പോവും.
ഒയ്യോ എന്റെ തല. ഓ ഇപ്പോഴെങ്ങനെ നീ തലയെ കുറിച്ച് ചിന്തിച്ചല്ല. എന്റെ സാറേ ചിന്തിക്കണമെങ്കിൽ തല വേണം. ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലോറി വന്ന് തലേക്കര തല പോകില്ലേ? പിന്നെ സാറിന്റെ പറച്ചിൽ കേട്ടതൊന്ന് ഹെൽമെറ്റും വെച്ചുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ ഒരു വണ്ടി വന്ന് തലേക്കര വണ്ടി അങ്ങ് മറിഞ്ഞു വീഴും. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പേര്? ബാബു. ബാ. കഴിഞ്ഞിട്ടുള്ള ബൂ. എന്താ നിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് എന്താ പറഞ്ഞ പോലെ അച്ഛന്റെ പേര് പെട്ടെന്ന് മറന്നു. ഉത്രാടം തിരുനാൾ തോമസ് വർമ്മ. തിരുനാൾ തോമസ് വർമ്മ. അപ്പൊ അമ്മയുടെ പേരോ? അമ്മയുടെ പേര് ഫാത്തിമ ബീവി അന്തർജൻ. അങ്ങോട്ട് ഷൂട്ട് ആവുന്നില്ലല്ലോ. നീ എന്താ ശങ്കരനോ? അതൊന്നും എനിക്കറിയാം. നമ്മൾ അച്ഛനിടക്ക് ശങ്കരന്റെ പേരും പറഞ്ഞ അമ്മേനെ എടുത്തിട്ട് ഇടിക്കനാണ്. ഏതെനത്തിപ്പെട്ടാണെന്ന് ഞാൻ ചോദിക്കാറില്ല. ആരുടെ പുറകിരിക്കുന്നത്? ആരുടെ പുറകിലിരിക്കണേ? എന്താണ് നിന്റെ പേര്? ടിന്റുമോളോ? ആ അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതിന് 500 രൂപ പിഴ. അയ്യോ പിഴ ഞാൻ അടക്കും സാറേ. ഞാൻ ലോക പിഴയാണ്. 500 എടുത്തു. 500 രൂപ. അപ്പൊ നീ എങ്ങോട്ടാ പോണത്? ഞാനേ കളമശ്ശേരിയിൽ ഒരു പാർട്ടി ഉണ്ട്, അങ്ങോട്ട് പോവാ. കളമശ്ശേരി പാർട്ടി ഉണ്ട്, സൂട്ട്സ് ഒക്കെ പോണം. അപ്പൊ എപ്പോഴാ തിരിച്ചു വരുന്നത്? അപ്പൊ തന്നെ പോരുവോ? അപ്പൊ തന്നെ പോരും. അപ്പൊ തന്നെ പോരും. പോയിക്കോളൂ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല സാറേ. ഒന്ന് തള്ളണം. ഇത് നിർത്തിയ പിന്നെ ആരെങ്കിലും തള്ളാണ്ട് കാര്യം നടക്കൂല. തള്ളിക്കോ. തള്ളല്ലേ, ഒരു മിനിറ്റ്. നിങ്ങടെ മാറിക്കേ. അവര് പുറകിൽ നിന്ന് തള്ളണ സമയത്ത് നീ പുറകിൽ നിന്നല്ലേ തള്ളു ചിലപ്പോ ശരിയാവൂല. അവരുടെ തള്ളിക്കോ. അവര് ഒരു ഭാഗം തള്ളു കളിക്കളെ. ചാടി കയറിക്കൊള്ളോട്ടെ, എന്റെ മുഖത്തോട്ടല്ല. കളമശ്ശേരി വരെ തള്ളേണ്ടി വരുവാ. പോണായിരുന്നു. എടോ കോൺസ്റ്റബിളെ, അവര് കളമശ്ശേരി പാർട്ടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു വഴി നിന്ന് അവരെ പിടിക്കാം. അപ്പോഴും കിട്ടും 500. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്റെ ഒരു ബുദ്ധി അല്ല, സാറിന്റെ ഒരു ബുദ്ധി. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് എവിടെ? അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതന്നെ ആദ്യം പിടിച്ചത്. അത് ആ വഴി വെച്ച്. പക്ഷെ ഇപ്പൊ നിന്റെ തല ഹെൽമെറ്റ് ഇല്ല. എന്റെ സാറേ എപ്പോഴും ഹെൽമെറ്റ് കൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പൊ 500 രൂപ പിഴ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴല്ലേ 500 രൂപ കൊടുത്തേ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? അതാണ് വെള്ളം അടിച്ചിട്ടുണ്ട്. ഇല്ല ഒതുക്കട്ടെ സാറേ. സൗണ്ട് കേട്ടോ നീ? സൗണ്ട് കേട്ടോ നീ? അതിന് വല്ല കംപ്ലൈന്റും ആയിരിക്കും. എടാ ഇതിനൊരു കംപ്ലൈന്റും ഇല്ല. വെള്ളം അടിച്ചവർ ഊതിയാ മാത്രമേ സൗണ്ട് കേൾക്കുള്ളൂ. എന്റെ സാറേ അതിന് കംപ്ലൈന്റാ. നീ ഒന്നുകൂടി ഊതിക്കേ. സൗണ്ട് കേട്ടാ? എടാ വെള്ളം അടിച്ചൊരു ഊതിയാ മാത്രമേ ഇതിന് ടു 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 എന്ന് സൗണ്ട് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? നീ വെള്ളം അടിച്ചിട്ടുണ്ട്. എന്റെ സാറേ അത് കംപ്ലൈന്റാ. സാറിന് എടി നീ ഒന്ന് ഊതിക്കേ. ഒരു കംപ്ലൈന്റ് ഇല്ല. ഊതിക്കേ. ഒന്ന് ഊതിക്കേ. കണ്ടാ ഇപ്പോഴും ഒച്ചക്കണ്ട. ഇതാ പറഞ്ഞത് ഈ സാധനം കംപ്ലൈന്റ് ആണ്. സോറി സാർ, എക്സ്ട്രീംലി സോറി. എക്സ്ട്രീംലി സോറി അല്ല, എന്റെ സോറി. എന്റെ ധൈര്യമായിട്ട് പോക്കോളൂ. കേറിക്കോ. ഓക്കെ സാർ. പാവങ്ങൾ വെറുതെ സംശയിച്ചു. ഡർട്ടി ഫെല്ലോ. എടി ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ പാർട്ടിയിൽ വെച്ച് നീ സ്മോള് വേണ്ട എന്ന് പറഞ്ഞപ്പോ ഒരല്പം കുടിക്കടി എന്ന് പറഞ്ഞത്. അവിടെ വെച്ച് നീ കുടിച്ചതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 3000 രൂപ ലാഭം കിട്ടിയത്. കച്ചറയുള്ളൊരു കൊച്ചിയിലെത്തിയ മച്ചുണനാരാണേ. കച്ചറയുള്ളൊരു കൊച്ചിയിലെത്തിയ മച്ചുണനാരാണേ. കൊച്ചിയെ കണ്ടാൽ
കൊച്ചിയിലെത്തിയ മച്ചുണൻ എന്തൊരു പാച്ചിൽ പാഞ്ഞെന്നേ എച്ചിൽ ചായും ചാല് കടന്ന് വെച്ച് പിടിച്ചെന്നേ കച്ച പോയി കാൽ വെച്ച് പോയി പാഞ്ഞങ്ങ് പോയി മച്ചാനെ കൊച്ചിയാണേ ഇത് കൊച്ചിയാണേ ജീവൻ വേണേൽ പോ ജീവിത വേണേൽ പോ Mosquito si problem scosse. ഹൈ എങ്ങട്ടാ നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കണത്? സാങ്കേതികമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കല്ലേ നമ്മുടെ നാട്. അപ്പോ ചാക്യാര് പറഞ്ഞു തരാം എന്താ കാരണം. പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു സന്ദേശം വിടണമെങ്കിൽ പക്ഷിമൃഗാദികളുടെ കാലിലൊക്കെ ആയിരുന്നു വിട്ടിരുന്നത് അല്ലേ? എന്നാ എപ്പോഴോ ഈ മൊബൈലാദികൾ എന്നൊരു സാധനം വന്നേ പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ചില വിദ്വാന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ചിരിക്കണ ചിരിയുണ്ടോ? ഹൈ എലി പുന്നല് കണ്ട പോലെ. ഈ മൊബൈൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഒരുപാട് നല്ല വശങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ചാക്യാരങ്ങോട്ട് പറഞ്ഞു തരാം. എന്താ ഈ മൊബൈലില് ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം വന്നേ പിന്നെ സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായി മാറി ഇല്ലേ? ഹൈ എന്തിനു പറയുന്നു, ഒരു ജീവൻ രക്ഷിക്കാൻ പോലും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്ന ഒരുപാട് മഹാന്മാരുള്ള ഒരു നാടായിരുന്നു നമ്മുടെ കേരളം. എന്നാ ഈ കലികാലത്തിലോ ഒരു അപകടം നടന്ന ഒരു ജീവൻ പൊലിയാൻ പോയാൽ പോലും ആ ജീവൻ രക്ഷിക്കാൻ നോക്കാതെ അത് മൊബൈലിലെ രംഗം പകർത്തുന്ന വിദ്വാന്മാരുടെ നാടായി മാറി നമ്മുടെ ഈ കേരളം ഇല്ലേ? ചാക്യാർക്കും ഈ ക്യാമറകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നും നാട്ടിൽ സമരം ചിലരോ അറിയുന്നില്ലേ വിവരം. നാട്ടിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ക്യാമറകൾ വേണം, ക്യാമറകൾ വേണം. മനസ്സു കൊതിക്കും സിനിമകൾ കാണാൻ, മുടിഞ്ഞ കണ്ണീർ സീരിയൽ കാണാൻ. ഹോട്ടലിനുള്ളിലെ ബാത്റൂം സീനുകൾ വ്യക്തതയോടെ രസിച്ചതു കാണാൻ, നാട്ടിൽ നടക്കും അനീതികൾ കാണാൻ ക്യാമറകൾ വേണം, ഒളി ക്യാമറകൾ വേണം. ഈ നെൽപ്പാടങ്ങളും കായലുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേരളം അല്ലേ? എന്നാ അതൊക്കെ ഇടിച്ച് നിരത്തി ഫ്ലാറ്റ് പണിതിരിക്കുക. എന്താ കൂട്ടുകുടുംബങ്ങൾ വരെ ഫ്ലാറ്റുകളിലേക്ക് താമസം മാറി അല്ലേ? ഫ്ലാറ്റ് ആയാലും എന്താ ഒരു സെക്യൂരിറ്റിയും വേണം അല്ലേ? എന്നാൽ ഇതിലുമുണ്ട് വേഷം കിട്ടുന്ന വിദ്വാന്മാര്. കാട്ടിൽ തന്നെ ഉണ്ടെന്ന് അല്ലാതെ ഇങ്ങോട്ട് പോകാനാ? ഇവിടെ വരെ വന്നിട്ട് അവനെ അങ്ങോട്ട് പോയി. നല്ല അസല് പാട്ട്. ഈ സമയത്തോടെ പാട്ട് വെക്കാൻ ആരാ? കുറ്റിക്കാട്ടിലാരാ പാട്ട് വെക്കാൻ? അതന്നെ ഞാനും ചോദിച്ചു. അവൻ ഇവിടെ എവിടെയുണ്ട് നോക്കിക്കേ. അവൻ എന്നാൽ ഇവിടെ വരെ വന്ന അവന് അങ്ങോട്ട് പോയി. ഇനി അവനെ തപ്പിട്ട് കാര്യമില്ല, അവനവന്റെ പാട്ടിന് പോയെന്ന് തോന്നുന്നു. എന്നാലും അവൻ പട്ടാപ്പകള് തന്റെ വീട്ടിൽ കയറി ടേപ്പ് റെക്കോർഡർ പൊട്ടിച്ചല്ലോ. അവന്റെ ധൈര്യം സമ്മതിക്കണം. ഞാൻ വീട്ടിലിരുന്ന് പാട്ട് കേട്ടോണ്ടിരുന്നത് കേട്ട് കേട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. താൻ ഏത് പാട്ടാ കേട്ടോണ്ടിരുന്നത്? ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ. വന്നത് നായകനല്ല, വന്നത് കള്ളനാ. ആണല്ലേ? ഈ പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് താനൊന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നായിരുന്നെങ്കിൽ തന്റെ ടേപ്പ് റെക്കോർഡ് പോകില്ലായിരുന്നു. എല്ലാവരും കൂടെ എന്നെ കുറ്റം പറയാതെ കള്ളനെ തപ്പാൻ നോക്കുന്നു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവൻ ഈ മതിൽ ചാടി കിടക്കാനാ സാധ്യത. വാ നോക്കാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ MGM നഗറിൽ കള്ളന്മാർ ഇന്നും ഇന്നലെ കയറാൻ തുടങ്ങിയതല്ല. കള്ളന്മാർ കയറി മോഷണം നടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിനെതിരെ നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.
ഈ കള്ളന്മാരുടെ മോഷണത്തിന് പുറകില് ഈ അസോസിയേഷൻ പ്രസിഡന്റിന്റെ കറുത്ത കരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞ പ്രസിഡന്റിനെ നിഷേധിക്കാൻ പറ്റുമോ? ഡോ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. കഴിഞ്ഞ തവണ എന്നോട് മത്സരിച്ച് തോറ്റതിന്റെ വൈരാഗ്യം തീർക്കാനല്ലോടോ താൻ ഈ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കണേ. മാസങ്ങളായി ഒരു ഗൂർഖനെ ഇയാൾ കൊണ്ടെത്താന്ന് പറഞ്ഞിട്ട് എടോ എവിടെടോ ഗൂർഖ? എടോ ഈ ഗൂർക്ക എന്ന് പറയണതേ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്ന കൂർക്കയല്ല. പ്രിയമുള്ളവരെ, ഒരു ഗൂർക്കയെ സംഘടിപ്പിക്കാൻ അതിൻ്റെതായ ഒരു താമസമൊക്കെ ഉണ്ട്. ഇയാൾ ഗൂർഖനെ സംഘടിപ്പിച്ചിട്ട് വരുമ്പോഴേക്കും ഈ കോളനി കള്ളന്മാർ കാലിയാക്കിയിട്ടുണ്ടാവും. ഡൊമിനിക്ക് പറഞ്ഞാലും കാര്യമുണ്ട്. ഇന്ന് എന്റെ വീട്ടിലെ ടൈപ്പ് റെക്കോർഡറാ പോയത്, നാളെ പ്രസിഡന്റിന്റെ വീട്ടിലെ ടൈപ്പ് റെക്കോർഡറായിരിക്കും പോണത്. എന്റെ വീട്ടിൽ നിന്നേ ടേപ്പ് റെക്കോർഡർ പോകൂല. അതെന്താ? എന്റെ വീട്ടിലെ CD പ്ലെയറാ. CD പ്ലെയറും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. എന്നാ ഈ നാട് രക്ഷപ്പെട്ടു. അതെങ്ങനെ രക്ഷപ്പെടും? കള്ളം വന്ന് പ്രസിഡന്റിനെ കട്ടോണ്ട് പൊക്കോളൂല്ലോ. അങ്ങനെ ഞാൻ എന്നെ കൊച്ചാക്കണ്ട. ഈ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. ഗൂർഖാനെ ഈ ആഴ്ച തന്നെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. കാണാം 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 കാണണം കാണും. मैं हूं गूर्खा, മേക്കും കൂർക്ക मैं हूं गूर्खा, മേക്കും കൂർക്ക मैं हूं गूर्खा. മേക്കും കൂർക്ക. ഓക്കെ, അപ്പൊ ഗൂർഖയുടെ പേരെന്താ? കുഞ്ഞപ്പൻ. അയ്യോ എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഗൂർഖയാണെന്ന്. അതൊക്കെ വായിൽ വരുന്ന പേരല്ലേ പറയാൻ പറ്റുള്ളൂ. വായിൽ വരണം, വായിൽ വരണം. വായിൽ വന്നില്ലെങ്കിലേ നാട്ടുകാരെ വാലിക്കണം ഞാൻ കേൾക്കേണ്ടി വരും. അപ്പൊ ഇന്നു മുതൽ നീ മേക്കും കൂർക്ക. ഗൂർഖയാണ്. സാറേ, എനിക്ക് എന്തായിരുന്നു പണി? നിനക്ക് മീൻ കച്ചവടം ആണല്ല. ഇന്നു മുതൽ ഞാൻ ഗൂർക്കയല്ലേ. അപ്പൊ അവസാനമായിട്ട് എനിക്ക് എന്റെ മീൻ കച്ചവടം ഒന്ന് കൂവി വിളിച്ചാൽ കൊള്ളാന്നുണ്ട്. നീ കൂവി വിളിച്ചോ? വിളിച്ചോട്ടെ? വിളിച്ചോ. ചാള ചാളേ പൂയ്, അയലേ അയലേ പൂയ്, ചാളേ. നിർത്ത്. ഇതാണ് നമ്മുടെ കോളനി. ഇതോ? അതെ, നീ ഇവിടെ വന്നെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ. നിന്റെ അഭ്യാസം അങ്ങ് തുടങ്ങട്ടെ. അയ്യോ മേക്കൂർക്കും മേക്കൂർക്കും മേക്കൂർക്കും. ഇതിപ്പോ പറയാനുള്ളതല്ല, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി. അതപ്പോ പറഞ്ഞ ഇതാദ്യം പറയണ്ടേ? വേണ്ട. ഒരു പട്ടീനെ കണ്ട് പേടിക്കുവെന്ന് പറഞ്ഞ ഒരു കൂർക്കയല്ലേ നീ? ധൈര്യം വേണം. തുടങ്ങിക്കോ. ഇവൻ ഇവനിത് എന്തെല്ലാവരും വായും പൊളിച്ച് നോക്കിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞ ഗൂർഖ. ആർക്കും വല്ല സംശയമുണ്ടോ? കാണിച്ചു തരാം. കണ്ടോ, നല്ല അസല് ഗൂർഖ. നിങ്ങളുടെ ഈ പ്രസിഡന്റ് ഒരു കാര്യം ഏറ്റാ അത് ഏറ്റതാ. അതിരിക്കട്ടെ, ഗൂർഖയുടെ നാടെവിടെ? നേപ്പാൾ മേം. നേപ്പാൾ മേമിലെവിടെ? എടപ്പാൾ ഹേ. എടപ്പാള ഭോപ്പാൽ ഹേ. ഓ, ഗൂർഖയുടെ പേരെന്നാ? മേഹും സുന്ദർ സിംഗ് ഹേ. തന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛൻ ഭീം സിംഗ് ഹേ, അമ്മ ജാൻസി റാണി. ജാൻസി റാണിയാ? അല്ലല്ല, ബീൻസി റാണി. അല്ല, ഇയാളെങ്ങനെ മലയാളം പഠിച്ചു? തപാല് വഴി. തപാല് വഴി എങ്ങനെ മലയാളം പഠിച്ച്? പണ്ടാണല്ലോ എല്ലാവരും തപാൽ വഴി എഴുത്തൊക്കെ എഴുതുന്നത്. ഇപ്പൊ അവർക്ക് പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാവരും മൊബൈലല്ലേ. അപ്പൊ ഈ തപാൽ ഓഫീസിൽ ഇരിക്കുന്നവർക്കൊന്നും പണിയില്ല. നമ്മൾ അവിടെ ചെന്ന് ഏത് ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞാൽ മതി, അവരപ്പം പഠിപ്പിച്ചു. ഏതായാലും നല്ല ആസാലെ ഗൂർഖ. ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല ഗൂർഖ ഇതിനു മുമ്പ് വല്ല കള്ളന്മാരെ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടോന്നോ? പണ്ട് ഞാൻ നേപ്പാളിൽ ജോലി ചെയ്യുന്നിടത്ത് ഒരു പുഴയുണ്ട്. ആ പുഴയുടെ കരയിൽ വെളുപ്പിന് ഒരു 4 മണി മുതൽ ഞാൻ കള്ളനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും. അത് ശരിയാ, പുലർച്ചെയാകുമ്പോ കള്ളന്മാരെ തൊണ്ടിയോടുകൂടി പൊക്കാനാ. അത് ശരിയാ. അങ്ങനെ ഒരു 10, 10, 11, ഒരു 12 മണിയാകുമ്പോഴേക്കും ഒരു 15 കള്ളനെങ്കിലും ഞാൻ പിടിച്ചിരിക്കും. 15 കള്ളന്മാരാ? ഈ 15 കള്ളന്മാരൊക്കെ പിടിച്ച് ഇവന്മാരൊക്കെ കൂടി എങ്ങനെ കൊണ്ടുപോകും? നിസ്സാരമല്ലേ? ഒരു പച്ചയിറക്കിൽ എങ്ങ ഓടിച്ചിട്ട് അതിന്റെ ചെകളെ അങ്ങോട്ട് പൊക്കിട്ട് കോർത്ത് തോളത്തിട്ട് മീനെ അല്ല വീണേ. നീ ഇത് മൊത്തം കൊളാക്കോടാ. അതെ, നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. മോഹൻലാൽ പറഞ്ഞതുപോലെ നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ. അതിർത്തിയിൽ ഞാൻ നിങ്ങൾക്ക് കാവലായുണ്ട്. പ്രസിഡന്റ് കണ്ടോടോ, എന്തൊക്കെ വന്നാലും നിങ്ങൾ കാലക്കിട്ടുണ്ട്.
ഇയാളിത് എന്തൊക്കെയാണ് ഈ കാണിക്കണത്? കാലത്ത് എന്താണ് ഒച്ചയമ്പകളൊക്കെ? അല്ല സാറേ, രാവിലെ ഒരു എക്സസൈസ്, ഈ കള്ളനെയൊക്കെ പിടിക്കാൻ ഒരു ഇത് വേണ്ടേ? അതെന്തെങ്കിലും ആവട്ടെ. രാവിലെ 10 മണിക്ക് ഞാൻ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറി മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു 11-11 ആവുമ്പോ അതെല്ലാം കൂടി എടുത്ത് ഇവിടെ കൊണ്ട് കൊടുത്തേക്കണം. പിന്നെ പ്രത്യേക ഒരു കാര്യം, അകത്ത് കയറണ്ട, ആ ഗേറ്റിന് വെളിയിൽ വെച്ചാൽ മതി, ഷേർലി വന്നെടുത്തോളൂ. അതെന്താ സാർ അങ്ങനെ? എടാ, ആണുങ്ങളില്ലാത്ത വീടാണിത്. സാറിനാണല്ലേ? ഞാനിപ്പോ അങ്ങ് പോകും. ദേ, ആ കാണുന്നതാണ് എന്റെ വീട്. ഒന്ന് മാറിക്കേ. അത് ശരി. അയ്യോ അയ്യോ അയ്യോ, ഇവിടെ ഒരുത്തരുണ്ടായിരുന്നല്ലോ ഒരു ഗൂർഖയായിട്ട്. ഞാൻ ചോറ് പിടിക്കാൻ ചോറുണ്ണാൻ പോയെന്ന് പറഞ്ഞായിരിക്കും കറക്റ്റ്. താൻ ഇവിടെ വന്നിട്ട് 1 മാസമായി. ഒരു കള്ളനെങ്കിലും താൻ പിടിച്ചിട്ടുണ്ടോ? ഇയാളെ ഇവിടുന്ന് പിരിച്ചുവിടണം. ഈ കോമാളിനെക്കാരെ ജോലിക്ക്. ഈ ഗൂർഖ കുഞ്ഞപ്പൻ അല്ല, ഈ ഗൂർഖ സുന്ദർ സിംഗ് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നു മുതൽ എനിക്ക് ഉറക്കമില്ല. ഇത്രയും കാലം ഇയാൾ ഉറക്കമായിരുന്നു. അതല്ലാന്ന്, ഒരു കള്ളനെ പിടിക്കാതെ ഈ ഗൂർഖ രാം സിംഗ് ഉറങ്ങില്ലെന്ന്. രക്ഷപ്പെട്ട്. ഇനി ഒരു കള്ളനെ ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും എന്റെ ഭഗവാനെ? തനിക്ക് ഇന്നു മുതൽ ഉറക്കമില്ലല്ലേ? ഇന്ന് രാത്രി മുതൽ എനിക്ക് ഉറക്കമില്ല സാറേ. ഒരു കള്ളനെ പിടിച്ചു കൊടുത്തില്ല ഈ നാട്ടുകാരനെ കൊല്ലും, അറിയോ? അപ്പൊ ഇന്ന് രാത്രി മുതൽ താൻ ഉറങ്ങൂല? ഇന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങാതെ ഇതിലേക്ക് എഴുന്നേറ്റ് നടക്കും. പണിയായില്ല. എന്താ സാറേ? എന്തായാലും ഇതിരിക്കട്ടെ, ഒരു 500 ഇരിക്കട്ടെ. 500 രൂപ? എന്തായാലും താൻ ഉറക്കമുളയ്ക്കുവാണല്ലോ. അതെ. ആ മഞ്ഞ പെയിന്റ് വീട് കണ്ട? ഇല്ല, മഞ്ഞ പെയിന്റ് അടിച്ച വീടോ? രാത്രി 12 മണിയാകുമ്പോ അവിടെ നിന്ന് കളിയും ചിരിയും ബഹളവും ഒച്ചപ്പാടൊക്കെ കേൾക്കും. ആ വീട്ടിൽ നിന്ന്? താനത് മൈൻഡ് ചെയ്യണ്ട. എന്താ സാറേ? എനിക്ക് അവിടെ ഒരു ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടേ. അതുപോലെ തന്നെ സാർ ആ പച്ച പെയിന്റ് അടിച്ച വീട് കണ്ടോ? കണ്ടോ? അവിടെ നിന്നും രാത്രി 12 മണിയാകുമ്പോ ഒരു ചെറിയ ചിരിയും ബഹളവും ഒക്കെ കേൾക്കും. സാറും അത് മൈൻഡ് ചെയ്യണ്ട. അതെന്താണോ? അല്ല, എനിക്കും ചെറിയൊരു ചിന്ന വീട് സെറ്റപ്പ്. എടോ, അത് എന്റെ വീടാണോ? ആണാ? അല്ല, കറണ്ട് ഇല്ലാത്തപ്പോ എനിക്കും വേണ്ട ഒരു ചെറിയൊരു ജനറേറ്റർ. എന്റെ കഴുത്തിൽ താലി കെട്ടിയേച്ച് കൊണ്ടുവന്നത് എന്തിനാ? മതിയായി 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 മതിയായി. കളികാലത്തെന്റെ കൂടെ വന്നതാണി മുതല്. ചുമ്മാതല്ല ചുമ്മാതല്ല കെട്ട് താലി തെളിവ്. സ്നേഹമോടെ കൊണ്ടത്തരും ചായ പോലും എവിടെ? തരുകേല തരുകേല ഷാപ്പിലല്ലേ കിടപ്പ്. പഞ്ച് കയ്യും കാലും വല്ലാത്ത ചുടുവാദം. വാദമല്ല രോഗമല്ല കുഴിമടിയൻ ഭൂതം. അണ്ണാച്ചി കൊണ്ടത്തരും പലിശ കാശ് വാങ്ങ്. വാങ്ങില്ല വാങ്ങില്ല പണിക്ക് വല്ലോ പാടോ. കളികാലത്തെന്റെ കൂടെ വന്നതാടി മുതല്. ചുമ്മാതല്ല ചുമ്മാതല്ല കെട്ട് താലി തെളിവ്. സ്നേഹമോടെ കൊണ്ടത്തരും ചായ പോലും എവിടെ? തരുകേല തരുകേല ഷാപ്പിലല്ലേ കിടപ്പ്. താമര പോലുള്ള പെണ്ണായിരുന്നു ഞാൻ കോമര കൊള്ളണ വാളുപോലായല്ലോ എന്റെ കഴുത്തിൽ താലി കെട്ടിയേച്ച് കൊണ്ടുവന്നത് എന്തിനാ? മതിയായി 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 മതിയായി.
മര്യാദയ്ക്ക് ഞാൻ പറയണ കേക്ക് നീ. കഷ്ടപ്പാടും കണ്ണീരല്ലേ നിങ്ങളാകെ തന്നത്. ചേട്ടന്റെ വാക്കു കേട്ട് പോയി വാഴ മോളെ. സോപ്പിടല്ലേ രക്ഷയില്ല മോനെ. കലികാലത്തെന്റെ കൂടെ വന്നതാണി മുതല്. ചുമ്മാതല്ല കെട്ട് താലി തെളിവ്. സ്നേഹമോടെ കൊണ്ട തരും ചായ പോലും എവിടെ. തരുകേല ഷാപ്പിലല്ലേ കിടപ്പ്. താമര പോലുള്ള പെണ്ണായിരുന്നു ഞാൻ കോമര തുള്ളണ വാഴ പോലായല്ലോ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ചുണ്ടെന്നതെന്തിനാ എന്തിനാ. മതിയായി 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 മതിയായി. പെണ്ണെ നമ്മുടെ ചുമരിന്റെ പറ എന്തോ നാട്ടി അനക്കം. ഇക്കളറിലുള്ള ഷർട്ട് എവിടെ നാട്ടി ഭാര്യയെ. ഓർമ്മയില്ലേ തയ്ച്ചതല്ലേ. സത്യം പറഞ്ഞാൽ എന്തോ കുടുക്കല്ല ഒടക്കുമല്ല ചേട്ടന്റെ തോന്നല. എന്നാലും ഞാൻ ഇതങ്ങനെ വിശ്വസിക്കും പെണ്ണെ. തോന്നാലല്ലേ പിട്ടുക്കളയുടെ ചേട്ടായേ. ഞാനില്ലാത്തപ്പോ ഇതാലടാ പണി. ഇന്ന് ഞാൻ ഇന്നെൻ്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു മനസമാധാനം മദ്യപാനം. അഭിമാനം കളഞ്ഞും ജീവിക്കുവാൻ തന്നൊരാ ധൈര്യം മദ്യപാനം. ഇന്നെൻ്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു മനസമാധാനം മദ്യപാനം. അഭിമാനം കളഞ്ഞും ജീവിക്കുവാൻ തന്നൊരാ ധൈര്യം മദ്യപാനം. എന്താ ഈ വരണത്? ഇതാരാ ഇത്? ബാലക്കാരനോ? പരിപാടി തെറ്റിയിരിക്കണു. നോൻ ചാക്യാരാണ്. ചാക്കിലാണെന്നോ? ചാക്കിലാരുമില്ല, ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. മണ്ടത്തരം വിളിച്ച് പറയാതിരിക്കുക. ഹൈ ഇടണ്ടം തന്നെ പോലുള്ള കുടിയന്മാരാണ് നമ്മുടെ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കണത്. എന്ത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുടിയന്മാരെ കുറിച്ചൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ സംഘടന വരെ ഉണ്ട്, അറിയോ? കേട്ടില്ലേ? കുടിയന്മാർക്ക് വരെ ഇവിടെ സംഘടനയായി. കുടിയന്മാരെ വരൂ കൂട്ടുകാരെ, വെള്ളം ചേർക്കാതെ ഡ്രൈ അടിക്കൂ. റോഡിൻ സെന്ററിലും പൊതുവേദിയിലും ഇനി ധൈര്യമായി വാളുവെക്കൂ. ഹായ് നിർത്ത. നിങ്ങളെ പോലുള്ള കുടിയന്മാരിങ്ങനെ കുടിച്ചു നടന്നാ വീട്ടിലുള്ളവരെ എങ്ങനെ അരി വാങ്ങി കഴിക്കുക? വീറൊരെണ്ണം അടിച്ചിട്ട് കാല് കുപ്പി കൊടുത്താൽ കുപ്പിക്കൊന്നിന് 2 രൂപ ലഭിക്കും. ആ 2 രൂപ കൊടുത്താൽ സർക്കാർ നൽകുന്ന അരി വാങ്ങി വീട്ടിൽ കഞ്ഞി കുടിക്കാം. മാന്യന്മാരും കൂതറ മനുഷ്യരും ഒരുപോലെ കാണുന്ന സ്ഥലം ഇന്നു പാറല്ലേ. അവിടെ ചെന്നാൽ കാണാം ഒത്തൊരുമ, മനുഷ്യർ തമ്മിലുള്ളൊരു കൂട്ടായ്മ. എന്നെ ഇടിപ്പിക്കരുത്, ഞാൻ പാവ, എന്നെ ഇടിപ്പിക്കരുത്. ചാക്കി കയറിയ ആളിതുവരെ പോയില്ലേ? അങ്ങോട്ട് മാറിയില്ല. ഈ നാടിന്റെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത സങ്കടമുണ്ട്. ആരോട് പറയാൻ? ആര് കേൾക്കാൻ? ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ വന്ന് ഭരിക്കേണ്ടി വരും.
എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് പറ്റില്ല. ഹായ് വഷളൻ തന്നെയല്ല ഉദ്ദേശിച്ചത്. ആ മാവേലി തമ്പുരാൻ തന്നെ വന്ന് ഇവിടെ ഭരിക്കേണ്ടി വരും. പുള്ളി വരുമോ? ഹായ് വരും. ഉള്ളുരുകി വിളിച്ച അദ്ദേഹം ഇവിടെ എത്തും. എന്റെ ഭാര്യ വിളിച്ചിട്ടും ഞാൻ വിളിച്ചിട്ടും വന്നില്ല, പിന്നെയാ താൻ. ഹായ് മാറുക. നല്ലൊരു കാര്യത്തിനാകുമ്പോ ചാക്യാര് തന്നെ വിളിക്കാം. മാവേലി തമ്പുരാനെ ഈ നാട്ടിലേക്കൊന്ന് വരണേ. അയ്യോ, ഈ മാവേലി തമ്പുരാൻ. നമസ്കാരം തമ്പുരാനെ. ഈ നാടിനെ രക്ഷിക്കാൻ ഇനി അങ്ങേക്കേ കഴിയൂ. വിഷമമുണ്ട് ചാക്യാരെ. എല്ലാ കൊല്ലം വരുമ്പോഴും നാം ഒരു തീരുമാനമെടുക്കും, അടുത്ത കൊല്ലം ഇനി കേരളത്തിലേക്ക് വരണ്ട എന്ന്. പക്ഷേ നമ്മുടെ പ്രജകളെ ഓർക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും വന്നുപോകും. കള്ളവും ചതിയുമുള്ള ഈ നാട്ടിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് വളരെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന മറുനാടൻ മലയാളികളുടെ അടുത്തേക്കൊന്ന് ചെല്ലാമെന്ന് നാം തീരുമാനിച്ചത്. മറ്റൊന്നും കൊണ്ടല്ലാട്ടോ, ഇക്കൊല്ലമെങ്കിലും ഒന്ന് സമാധാനത്തോടെ എനിക്കൊന്ന് പാതാളത്തിലേക്ക് ചെല്ലണം. അതുകൊണ്ട് മാത്രം. തമ്പുരാനെ കണ്ണീരിൽ പോലും മായം കലർത്തും മലയാള നാടിനവസ്ഥ നേർക്കണ്ടു. മറുനാടു കാണാൻ മനസുഖം നേടാൻ മാവേലി മന്നൻ മടങ്ങി. സ്വന്തം നാടിനെ ഓർത്തൊന്നു